നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അഖിലേ, ആഹാ, ഒറ്റയ്ക്കുള്ളോ? ഒറ്റയ്ക്കാ. വേറെ ആരാ? ഒറ്റയ്ക്ക് തന്നെ. അല്ല, നിന്റെ ആ ഷാനെ കണ്ടില്ലല്ലോ എന്ന് പറയുമായിരുന്നു. ഓ, കിഷൻ. അവനെന്നും അങ്ങനെ വരാറില്ലല്ലോ. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. അങ്ങനെ വല്ലതുള്ള ദിവസങ്ങളിൽ വരാറില്ല. അപ്പൊ അവൻ വിളിക്കാറില്ലേ? ഞാൻ ഇതുവരെ എന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല. ആളെങ്ങനെയാണെന്ന് ഇനിയും വ്യക്തമായൊരു ചിത്രം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഫോൺ നമ്പർ കൊടുക്കുന്നതും വിളിക്കുന്നതും ഒക്കെ അത്ര നല്ലതാവില്ല. അത് മാത്രമല്ല, വീട്ടിലിരുന്ന് അങ്ങനെ വിളിക്കാനും പറ്റില്ല. അമ്മയും മുത്തശ്ശി എപ്പോഴും വീട്ടിലുണ്ടാവും. ആരെ വിളിച്ചാലും ഒരു 100 ചോദ്യങ്ങളാ. അതുകൊണ്ടാ. നമ്പര് വാങ്ങിയാ പുറത്തിറങ്ങുമ്പോ വിളിക്കാലോ. അതൊന്നും ശരിയാവില്ല. ആളെ നമുക്ക് പറ്റിയതാണെന്ന് വ്യക്തമായിട്ട് ഉറപ്പിച്ചിട്ടേ കൂടുതൽ അടുപ്പുണ്ടാക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ആഹാ, നീ വലിയ കരുതലിലാണല്ലോടി. ഏതാണ്ട് പഴയ അമ്മമ്മമാര് സംസാരിക്കുന്ന മട്ടിലാണല്ലോ നീ സംസാരിക്കുന്നത്. അത് ഗുണമേ ചെയ്യുള്ളൂ മോളെ. ഈ വേഷത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഒക്കെ കാര്യത്തില് ഞാൻ കുറച്ച് മോഡേണാ. പക്ഷെ ജീവിതത്തിന്റെ കാര്യത്തില് ഞാൻ പക്ക ഓൾഡ് ജനറേഷനാ. അതാ നല്ലത്. അച്ഛനും മുത്തശ്ശിയൊക്കെ പഠിപ്പിക്കുന്നതേ അതാ. ആരാ എന്താന്നൊക്കെ അറിയാത്ത ഒരാളുമായിട്ട് നമുക്ക് സൗഹൃദമൊക്കെ ആവാം. അതിനപ്പുറം ഒരു അടുപ്പം ഉണ്ടാവും മുമ്പ് എല്ലാം അറിയണം, അന്വേഷിക്കണം. കിഷൻ അവനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിലപ്പോ അതൊക്കെ സത്യമായിരിക്കാം. എങ്കിൽ പോലും നമ്മളത് അന്വേഷിച്ച് സത്യമാണെന്ന് ഉറപ്പുവരുത്തണം. ഗ്രേറ്റ്. നിന്നെ നമിച്ചിരിക്കുന്നു മോളെ. നിനക്ക് അവനോട് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ അവനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം. എന്നിട്ട് മാത്രം കൈ കൊടുക്കാം. അന്വേഷിക്കണമല്ലോ. കേശുകുട്ട, ഇല്ല ചേച്ചി, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. ചേച്ചി വാ. ചേച്ചി കണ്ണു തുറന്നേ. അയ്യേ. എന്താ ചേച്ചി? എന്താ കണ്ണു നിറഞ്ഞല്ലോ? എന്തു പറ്റി? എന്തിനാ സങ്കടപ്പെടുന്നത്? ദേവുട്ടി, ചിലപ്പോ നമ്മൾ നമ്മുടെ കഴുത്തി കിടക്കുന്ന മാലയ്ക്ക് വേണ്ടി വീട് മുഴുവൻ തിരയും. കണ്ണട മുഖത്ത് വെച്ചിട്ട് മറ്റെല്ലായിടത്തും അത് തിരയും. ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേന്നോ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പലരും ജീവിതത്തിൽ പലതും അന്വേഷിക്കുന്നുണ്ടാവും. നമ്മൾ അന്വേഷിക്കുന്ന വസ്തു നമ്മുടെ കൺമുന്നിലോ കൈവെള്ളയിലോ തന്നെ കാണും. പക്ഷേ നമ്മളത് തിരിച്ചറിയില്ല. അത് വിധിയാണ്. നാം ആഗ്രഹിക്കുന്നതാവില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമുക്ക് വിധിക്കപ്പെടുന്നത്. മനുഷ്യൻ മാത്രമല്ല, ഓരോ ജീവിക്കും വിധിയുടെ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കാനാവൂ. വിധിയെ മറികടക്കാൻ ആരും തന്നെ പ്രാപ്തരല്ല. നിന്റെ വിധി ഇതാണ്. അച്ഛൻ കാണിക്കുന്ന വഴിയല്ല, അമ്മ പറയുന്ന വഴിയാണ് ശരി. ഇനി സൗകര്യം കിട്ടുമ്പോഴൊക്കെ വരണം. ദേവീ സന്നിധിയിലെത്തിയാൽ നമ്മളെ വലയം ചെയ്യുന്ന ദുഷ്ടമൂർത്തികൾ അകന്നു പോവും. ഉള്ളിലെ ദുർവിചാരങ്ങളും ദുഷ്ടപ്രവർത്തികളും ഇല്ലാതാവും. കേട്ടിട്ടില്ലേ,
ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും.